ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തണുപ്പൊക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു തണുപ്പ് സമയത്ത് നമുക്ക് ചായയും കാപ്പിയാണേലും കുടിക്കാതിരിക്കാൻ ആർക്കും ഒരു ദിവസം പോലും ചായയും കാപ്പിയും കുടിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ ഈ തണുപ്പ് സമയത്ത് നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇഞ്ചിച്ചായയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ചായയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഈ ഇടിക്കുന്ന കല്ലിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഞ്ചിയൊക്കെ കഴുകി കൊണ്ടുവന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഇടിക്കുന്ന കല്ലിലിച്ച് നമുക്കൊന്ന് ചതച്ചെടുക്കാവേ. അപ്പം വളരെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടാക്കുന്ന ഒരു സമയമാണ് ഈ ഒരു തണുപ്പ് മാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചായ ഇല്ലാതെ പറ്റത്തില്ല. അത് പാൽ ചായയൊക്കെ കുടിച്ച് ശീലിക്കുന്നവർക്കാണെങ്കിൽ ഒട്ടും പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ കൂടുതൽ നമ്മൾ ഇതുപോലെ ഒരു ഇഞ്ചിയൊക്കെ ഇട്ട് ചായ കുടിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചുമ, ജലദോഷം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഒരുവിധം ഒക്കെ നമുക്കത് തടയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിനകത്തേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തേലും ചായ വേണോ അതിനനുസരിച്ച് നമ്മൾ വെള്ളത്തിൻ്റെ അളവാണെങ്കിലും പാലിൻ്റെ അളവാണെങ്കിലും കൂട്ടിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരാൾക്കുള്ള ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചതച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേയിലപ്പൊടിയും ഇഞ്ചി എല്ലാം കിടന്ന് നന്നായിട്ട് ഇഞ്ചിയിലെ സത്തൊക്കെ നന്നായിട്ട് തേയിലയിലേക്കും വെള്ളത്തിനകത്തെല്ലാം പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ 2-3 കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ കുരുമുളക് ഒന്ന് ചതച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായയാണ് കേട്ടോ ഇത്. അപ്പോൾ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഇതുപോലെ ഒന്ന് വേഗം ഉണ്ടാക്കി നോക്കിക്കോണേ. പിന്നെ ഞാൻ നമ്മുടെ തേയിലപ്പൊടിയും ഇഞ്ചി എല്ലാം തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ പാലും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം പാൽ ചായ ഒന്നും കുടിക്കാതെ ആർക്കും ചായ കുടിച്ച് ശീലമുള്ളവർക്ക് ഒരു ദിവസം പോലും കുടിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ഈ തണുപ്പ് സമയത്തൊക്കെ അധികം പാലൊക്കെ കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് കഫക്കെട്ടൊക്കെ ആണെങ്കിലും അധികം വരും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ ഇഞ്ചിയും കുരുമുളകൊക്കെ ഇട്ട് നമ്മൾ ചായ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ അധികം നമുക്ക് കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ചൊക്കെ ഒഴിവാകും കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് കുടിച്ച് നോക്കണേ. പിന്നെ ഞാൻ മധുരത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ ചായ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചായയൊക്കെ ഊറ്റി നമ്മുടെ ഗ്ലാസ്സിലിട്ട് നമ്മൾ ചായക്കടയിൽ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അടിക്കുവാണ് കേട്ടോ. അങ്ങനെ ചായ അടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഇഞ്ചി ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇഞ്ചി ചായയുടെ റെസിപ്പി. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മുടെ ഇഞ്ചി ചായ? അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളേക്ക് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ സിമ്പിളല്ലേ നമ്മുടെ ഇഞ്ചി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം പറ്റുന്ന കൂട്ടുകാരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഒട്ടുമിക്ക ആൾക്കാരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും. അപ്പം ഉണ്ടാക്കാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയെ. അപ്പോൾ ഇനി നല്ലൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാരുടെ അടുത്തും സ്നേഹത്തോടെ ടാറ്റാ ബൈ ബൈ.